നിമിഷാർദ്ധം കൊണ്ട് ഒരു കപ്പലിനെ കടലിന് മുകളിലേക്ക് ഉയർത്തിയെറിഞ്ഞ് അതിന്റെ നടുവൊടിക്കാൻ ശേഷിയുള്ള ഒരായുധം. അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് സൈലന്റ് ഡെത്ത് എന്ന് വിശേഷിപ്പിച്ച ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ഐറിസ് തേന എന്ന ഇറാനിയൻ യുദ്ധക്കപ്പലിനെ ഒരു നിമിഷം കൊണ്ട് ചാരമാക്കിയ വജ്രായുധം. ഈ ആയുധം വെറുമൊരു ബോംബല്ല. അമേരിക്കയുടെ ആവനാഴിയിലെ ഏറ്റവും മാരകമായ മാർക്ക് 48 ഹെവി വെയ്റ്റ് ടോർപിഡോയെക്കുറിച്ചാണ് നാം സംസാരിക്കുന്നത്. റഡാറുകൾക്കും കണ്ണുകൾക്കും പിടികൊടുക്കാതെ കടലിനടിയിലൂടെ കുതിച്ചെത്തി ശത്രുവിനെ നിഷ്പ്രഭമാക്കുന്ന ഈ സാങ്കേതിക വിദ്യയുടെ കരുത്ത് എന്താണ്? ഐറിസ് ദേനയുടെ തകർച്ചയിൽ ഈ ടോർപിഡോ എങ്ങനെയാണ് പ്രവർത്തിച്ചത്? നമുക്കൊന്ന് പരിശോധിക്കാം. US നാവികസേനയുടെ ഒരു ഫാസ്റ്റ് അറ്റാക്ക് അന്തർവാഹിനിയിൽ നിന്നാണ് ഐറിസ് ദേനയ്ക്ക് നേരെ മാർക്ക് 48 ടോർപിഡോ തൊടുത്തുവിട്ടത്. ലോകത്തിലെ ഏറ്റവും വിനാശകരമായ ഹെവി വെയ്റ്റ് ടോർപിഡോകളിൽ ഒന്നാണിത്. 21 ഇഞ്ച് വ്യാസമുള്ള ഈ ടോർപിഡോയ്ക്ക് ഏതാണ്ട് 300 കിലോഗ്രാമിലധികം ഉയർന്ന സ്ഫോടന ശേഷിയുള്ള വെടിമരുന്ന് വഹിക്കാൻ കഴിയും. എന്നാൽ ഇതിന്റെ യഥാർത്ഥ കരുത്ത് സ്ഫോടനത്തിൽ മാത്രമല്ല, അത് പ്രയോഗിക്കുന്ന രീതിയിലുമാണ്. ശത്രു കപ്പലിന്റെ അടിഭാഗം അഥവാ ഹള്ളിൽ വെച്ച് ആ ലക്ഷ്യം വെച്ചാണ് ഇത് കുതിക്കുന്നത്. പെന്റഗൺ പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ ടോർപിഡോ കപ്പലിൽ ഇടിക്കുന്നതിനേക്കാൾ കൂടുതൽ അപകടം ഉണ്ടാക്കുന്നത് കപ്പലിന് തൊട്ടു താഴെ വെച്ച് നടക്കുന്ന സ്ഫോടനമാണ്. എന്താണ് ഈ മാർക്ക് 48ന്റെ പ്രത്യേകത? അതിന്റെ സാങ്കേതിക വശങ്ങളൊന്ന് പരിശോധിക്കാം. ഈ ടോർപിഡോയുടെ പ്രവർത്തന രീതി അത്യന്തം സങ്കീർണവും എന്നാൽ കൃത്യവുമാണ്. ഇതിന്റെ പ്രധാന സാങ്കേതിക വശങ്ങൾ നമുക്കൊന്ന് നോക്കാം. അഡ്വാൻസ്ഡ് സോണാർ സിസ്റ്റം, അതായത് സ്വന്തമായി സോണാർ സംവിധാനമുള്ള ഈ ടോർപിഡോയ്ക്ക് ശത്രു കപ്പലിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞ് അതിനെ പിന്തുടരാൻ കഴിയും. വെള്ളത്തിനടിയിലൂടെയുള്ള വേഗത മണിക്കൂറിൽ 50 നോട്ടുകൾ അഥവാ ഏതാണ്ട് 93 കിലോമീറ്റർ വരെയാണ്. അടുത്തത് പിഗ്ഗി ബാക്ക് വയർ ഗൈഡൻസ് ആണ്. വിക്ഷേപിച്ച ശേഷവും അന്തർവാഹിനിയിലുള്ള ഓപ്പറേറ്റർക്ക് ഒരു നേർത്ത വയർ വഴി ടോർപിഡോയുടെ ദിശ മാറ്റാൻ സാധിക്കും. ഇത് ലക്ഷ്യം തെറ്റാനുള്ള സാധ്യത പൂർണ്ണമായും ഇല്ലാതാക്കുന്നുണ്ട്. മറ്റൊന്നാണ് കീൽ ബ്രേക്കിംഗ് എഫക്റ്റ്. ഐറിസ് ദേനയുടെ കാര്യത്തിൽ സംഭവിച്ചത് ഇതാണ്. ടോർപിഡോ കപ്പലിന്റെ അടിഭാഗത്തെ കീൽ അഥവാ കപ്പലിന്റെ നട്ടിൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ഭാഗം ആ ലക്ഷ്യം വെച്ച് ഇത് പൊട്ടിത്തെറിക്കുന്നു. സ്ഫോടനമുണ്ടാക്കുന്ന മർദ്ദത്തിൽ കപ്പൽ വെള്ളത്തിന് മുകളിലേക്ക് ഉയർത്തപ്പെടുകയും മധ്യഭാഗം തകർന്ന് കപ്പൽ രണ്ടായി പിളരുകയും ചെയ്യുന്നു. മറ്റൊന്നാണ് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ്. ശത്രുക്കൾ ഉപയോഗിക്കുന്ന ഡെക്കോയ് അഥവാ വ്യാജ സിഗ്നലുകളെ തിരിച്ചറിഞ്ഞ് യഥാർത്ഥ ലക്ഷ്യത്തെ മാത്രം ആക്രമിക്കാൻ ഇതിലെ ആധുനിക കമ്പ്യൂട്ടറുകൾക്ക് സാധിക്കും. ഐറിസ് ദേനയ്ക്ക് മേൽ പ്രയോഗിച്ചപ്പോൾ ഈ ടോർപിഡോ അതിന്റെ പൂർണ്ണ രൂപം കാട്ടിക്കൊടുത്തു. ടോർപിഡോ ഹല്ലിൽ ഇടിച്ചതോടെ ഉണ്ടായ വൻ സ്ഫോടനത്തിൽ കപ്പലിന്റെ പിൻഭാഗം തകരുകയും കപ്പൽ തൽക്ഷണം മുങ്ങുകയുമായിരുന്നു. അമേരിക്കൻ പ്രതിരോധ വകുപ്പ് പുറത്തുവിട്ട വീഡിയോയിൽ കപ്പൽ വെള്ളത്തിൽ നിന്ന് ഉയർന്നു പൊങ്ങുന്നതും പിന്നീട് ആഴങ്ങളിലേക്ക് മറയുന്നതും വളരെ വ്യക്തമാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ഇതാദ്യമായിട്ടാണ് അമേരിക്ക ഇത്തരമൊരു ഹെവി വെയ്റ്റ് ടോർപിഡോ ഒരു വിദേശ യുദ്ധക്കപ്പലിന് നേരെ പ്രയോഗിക്കുന്നത് എന്നത് ഈ സംഭവത്തിന്റെ ചരിത്രപരമായ പ്രസക്തി കൂടി വർദ്ധിപ്പിക്കുന്നുണ്ട്. ശ്രീലങ്കയുടെ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോണിന് സമീപം വെച്ച് നടന്ന ഈ ആക്രമണം അമേരിക്കയുടെ സൈനിക മേധാവിത്വത്തിന്റെ വിളംബരം കൂടിയായിരുന്നു. ഇറാന്റെ കപ്പൽ മിലാൻ 2026 നാവികാഭ്യാസത്തിനു ശേഷം മടങ്ങുകയായിരുന്നു എന്നതിനാൽ അവരൊരു ആക്രമണം പ്രതീക്ഷിച്ചിരുന്നില്ല. നിശബ്ദ മരണമെന്ന് പീറ്റ് ഹെക്സത്ത് വിശേഷിപ്പിച്ചതുപോലെ കപ്പലിലുള്ളവർക്ക് ഒന്ന് പ്രതികരിക്കാൻ പോലും സമയം ലഭിച്ചില്ല. 87 നാവികരുടെ ജീവനെടുത്ത ഈ സാങ്കേതിക പ്രഹരം പശ്ചിമേഷ്യൻ സംഘർഷത്തെ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് കൂടി പടർത്തിയിരിക്കുകയാണ്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ഇതിനെ ക്രൂരത എന്ന് വിളിക്കാൻ കാരണവും ഈ മാരകായുധത്തിന്റെ പ്രയോഗം തന്നെയാണ്. ഒരു മുന്നറിയിപ്പ് നൽകാതെ അന്താരാഷ്ട്ര ജലാശയങ്ങളെ നിഷ്പക്ഷ സങ്കേതമായി കണക്കാക്കാതെ നടത്തിയ ഈ നീക്കം സമുദ്ര നിയമങ്ങളുടെ ലംഘനം കൂടിയാണ്. അമേരിക്കയുടെ ഈ മുൻകൂർ നീക്കം ഇറാന്റെ നാവിക അസ്ഥികൾക്ക് വലിയൊരു ഭീഷണിയാണ് ഉയർത്തുന്നത്. വരും ദിവസങ്ങളിൽ ഇറാന്റെ ഭാഗത്തു നിന്ന് സമാനമായ ഒരു അണ്ടർ വാട്ടർ പ്രത്യാക്രമണം ഉണ്ടാവുമോ എന്നാണിപ്പോൾ ലോകം ഭീതിയോടെ ഉറ്റുനോക്കുന്നത്. അതിനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. മാർക്ക് 48 ടോർപിഡോ വെറുമൊരു ആയുധമല്ല, മറിച്ച് അത് അമേരിക്കയുടെ സമുദ്രത്തിലെ അപ്രമാദിത്വത്തിന്റെ പ്രതീകം കൂടിയാണ്. ഐറിസ് ദേനയെ മുക്കിയതിലൂടെ തങ്ങളുടെ സാങ്കേതിക കരുത്ത് ലോകത്തിന് മുന്നിൽ അവർ ഒന്നുകൂടി കാട്ടിക്കൊടുത്തു. എന്നാൽ 87 മനുഷ്യജീവനുകൾ ബലിയാടായ ഈ ആക്രമണം ലോക സമാധാനത്തിനേറ്റ വലിയൊരു തിരിച്ചടി കൂടിയാണ്. സാങ്കേതിക വിദ്യകൾ മനുഷ്യജീവനെടുക്കാൻ ഇത്രത്തോളം കൃത്യത കൈവരിക്കുമ്പോൾ ഈ യുദ്ധം ഇനി എത്ര കപ്പലുകളെ കടലിന്റെ ആഴങ്ങളിലേക്ക് വലിച്ചുകൊണ്ടുപോകുമെന്ന് കാലം തെളിയിക്കും. ആയുധങ്ങൾ സംസാരിക്കുമ്പോൾ നീതിക്ക് സ്ഥാനമില്ലാത്ത ഒരു കാലത്തേക്കാണോ നാം നീങ്ങുന്നത്?